നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അറേ എന്താണെന്ന് പഠിക്കാം. ലിസ്റ്റിൽ നമുക്ക് ഇൻറ്റിജർ, ഫ്ലോട്ട്, ക്യാരക്ടർ, സ്ട്രിങ് ഇങ്ങനെ പല വിധത്തിലുള്ള വാല്യൂസ് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കാൻ വരുന്നു. എന്നാൽ അറേയിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇൻറ്റിജർ ആണെങ്കിൽ ഇൻറ്റിജർ മാത്രമായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ ഒരു ഷെൽഫിൽ നിറച്ച് ബുക്കുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊരു അറയാണെന്ന് വിചാരിക്കുക. ഈ അറയിൽ ബുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ അറയിൽ ഇത് ഒന്നാമത്തെ ബുക്കാണ്, ഇത് രണ്ടാമത്തെ ബുക്കാണ്, ഇത് മൂന്നാമത്തെ ബുക്കാണ്, ഇത് നാലാമത്തെ ബുക്കാണ്, ഇത് അഞ്ചാമത്തെ ബുക്കാണ്, ഇത് ആറാമത്തെ ബുക്കാണ്, ഇത് ഏഴാമത്തെ ബുക്കാണ്. ഈ അറയിൽ ഇത് ഒന്നാമത്തെ റാക്ക്, ഇത് രണ്ടാമത്തെ റാക്ക്, മൂന്നാമത്തെ റാക്ക്. ഈ മൂന്നാമത്തെ റാക്കിലെ ഏഴാമത്തെ ബുക്ക് അറിയണമെങ്കിൽ നമുക്ക് അത് പ്രോഗ്രാമിൽ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിനകത്തുനിന്ന് ആ ബുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇത് തന്നെയാണ് പൈത്തണിൽ അറേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പൈത്തണിൽ പക്ഷേ നമ്മൾ ആദ്യം കൊടുക്കുന്നത് 1 ആയിരിക്കില്ല, 0th പൊസിഷനിൽ എന്നാണ് എണ്ണ തുടങ്ങുന്നത്. ഇത് ഒന്നാമത്തെ പൊസിഷൻ, 2, 3, 4, 5. അപ്പോൾ ഇതിനെ പറയുന്ന പേര് ഇൻഡെക്സ് എന്നാണ്. അപ്പോൾ ഓരോ ഇൻഡെക്സ് വാല്യൂ കൊടുക്കുകയാണ്. അത് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൽ പ്രത്യേകം എഴുതി കൊടുക്കും. അപ്പോൾ ഇങ്ങനെയാണ് പൈത്തോണിൽ അറേ സെറ്റ് ചെയ്യുന്നത്. നമുക്ക് ഒരു അറേ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ അറേ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഓൾറെഡി ലിസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അറേ സെപ്പറേറ്റ് ആയിട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇമ്പോർട്ട് അറേ എന്ന് കൊടുക്കണം. അറേ എന്നെടുത്തതിന് ശേഷം അറേ എന്ന് കൊടുത്ത് അറേ ഡോട്ട് വാൽ എന്നും പറഞ്ഞൊരു അറേ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതുന്നതിന് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ അറേ ഇമ്പോർട്ട് അറേ ആസ് എ എന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് പകരം എ ഇട്ട് കൊടുത്താൽ മതി. എ ഡോട്ട് വാൽ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഷോർട്ട് ഫോമിലായിട്ടാക്കാം. എന്നാൽ നമുക്ക് ഇതിനെ വീണ്ടും ഷോർട്ട് ആക്കണമെങ്കിൽ നമ്മൾ ഈ പ്രോഗ്രാം മൊത്തം ഒന്ന് മാറ്റിയതിന് ശേഷം ഫ്രം അറേ ഇമ്പോർട്ട് സ്റ്റാർ കൂടി ഇട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അറേയിലുള്ള എല്ലാ ഫങ്ഷൻസും ഈ വർക്ക് ചെയ്യാം. വാൽ എന്നൊരു അറേ ഞാൻ ഉണ്ടാക്കുകയാണ്. അതായത് ഇപ്പോൾ സ്കൂളിലെ കുട്ടികളുടെ വാല്യുവേഷൻ നടത്തി അതിൻ്റെ മാർക്കുകളെല്ലാം കൂടി ഞാനൊരു അറേ ഉണ്ടാക്കുകയാണ്. ഇപ്പോൾ വാൽ ഈക്വൽ ടു, ഇനി നമുക്കത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കണം. എന്താണ്? അറേയാണ് ഉണ്ടാക്കുന്നത്. അറേ ഓഫ്. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ കണ്ടോ BA H ഇതുണ്ടോ, കുറേ ലെറ്ററുകൾ കിടക്കുന്നുണ്ടോ? ഏത് ടൈപ്പാണെന്ന് ഇവിടെ എഴുതി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഈ ടേബിള്. അപ്പോൾ ഈ ടേബിളിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ബാക്കിയുള്ള കാര്യങ്ങൾ പോകെ മനസ്സിലാക്കാം. ഈ സ്മോൾ ഐ ടൈപ്പ് കോഡ്, സ്മോൾ ഐ സൈൻഡ് ഇൻറ്റുകൾ എല്ലാം എടുക്കും. സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് സംഖ്യകൾ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ 1, 2, 3 ആണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പോസിറ്റീവായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള നമ്പറുകൾ നമുക്ക് വേണമെങ്കിൽ ആദ്യമേ ടൈപ്പ് കോഡ് സ്മോൾ ലെറ്റർ ഐ കൊടുക്കാം. അത് ഇൻറ്റിജർ ടൈപ്പാണ്. അതിൻ്റെ എത്ര ബൈറ്റാണ്? 2 ബൈറ്റാണ് ഉള്ളത്. ഈ ബൈറ്റ് എന്നുള്ള വാക്ക് നിങ്ങൾ ഓർത്തിരുന്നണം. ഇനി നമുക്ക് സൈൻ വേണ്ട, പോസിറ്റീവ് നമ്പറുകൾ മാത്രം മതിയെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ഐ ആണ് കൊടുക്കേണ്ടത്. ക്യാപിറ്റൽ ലെറ്റർ ഐ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അൺസൈൻഡ് ഇൻറ്റുകൾ, അതായത് പോസിറ്റീവ് ഇൻറ്റിജർ നമ്പറുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ബൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. ഇതുണ്ട്, യു അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ക്യാരക്ടർ കൊടുക്കാം. ABCD ഇങ്ങനെയുള്ള ക്യാരക്ടർ കൊടുക്കാം. അതിൻ്റെ മിനിമം സൈസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇനി ഫ്ലോട്ട് നമ്പർ, ദശാംശ സംഖ്യകൾ കൊടുക്കണമെങ്കിലോ F കൊടുക്കണം. അപ്പോൾ F കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലോട്ടാണ്. അതിൻ്റെ ബൈറ്റിൻ്റെ നമ്പർ 4 ആണ്. ഇനി അത് D കൊടുക്കണമെങ്കിൽ ഫ്ലോട്ട് നമ്പർ തന്നെയാണ്, പക്ഷേ അതിൻ്റെ ബൈറ്റിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 4ൻ്റെ ഇരട്ടി 8 ആണ്. അപ്പോൾ ഇതുപോലെ ബൈറ്റിൻ്റെ സൈസ് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ F ഫ്ലോട്ട് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചെറിയ സംഖ്യകളൊക്കെ ആണെങ്കിൽ 4 ബൈറ്റിൻ്റെ ഇതെടുത്താൽ മതി. അതായത് ഈ സ്മോൾ ലെറ്റർ F എടുത്തു കഴിഞ്ഞാൽ മതി. എന്നാൽ D എടുത്ത് വേണമെങ്കിൽ നമുക്ക് ആ നമ്പർ സേവ് ചെയ്യാം. പക്ഷേ അന്നേരം 8 ബൈറ്റ് അവിടെ വരും. ഈ 8 ബൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്ര മെമ്മറി വേസ്റ്റ് ആയി പോകണം. അപ്പോൾ മെമ്മറി സൈസിൻ്റെ ക്യാരക്ടറിൽ തന്നെ വ്യത്യാസം വരുത്തുന്ന ലെറ്ററുകളാണ് ഈ കാണിച്ചിരിക്കുന്ന ഇത്രയും ഭാഗങ്ങൾ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനിയൊരു ടൈപ്പ് അടിച്ചു കൊടുത്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്ന്. ഇപ്പോൾ ഞാനിവിടെ ഒരു ടൈപ്പ് അടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഐ അടിച്ചു കൊടുക്കുന്നത്. അതിന് ശേഷം കോമ ഇടുന്നു. ഇനി സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാണ് വാല്യൂ കൊടുക്കുന്നത്. ഇപ്പോൾ സ്മോൾ ലെറ്റർ ഐ ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് നമ്പറോ പോസിറ്റീവ് നമ്പറോ ഏത് വേണമെങ്കിലും കൊടുക്കാം. 5, 8, 9, 11, 12 കണ്ടോ? ഇങ്ങനെ നമുക്ക് എത്ര നമ്പർ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ സ്മോൾ ലെറ്റർ ഐ ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു സ്മോൾ ലെറ്റർ ഐയിൽ 2 ബൈറ്റുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനിത് ഈ ബൈറ്റ് എന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു അറേ ഉണ്ടാക്കുകയാണ്. ഇത് ഇപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ലിസ്റ്റിൻ്റെ ഒരു അറേയാണ്. ആദ്യത്തെ കോളത്തിൽ 35, 37, 36, 35, 18, 14, 25, 20. ഈ അറേക്ക് ഞാനൊരു പേര് കൊടുത്തു M.
ഇതുണ്ട് M0th പൊസിഷനിലാണ് 35 എന്നുള്ള മാർക്ക് കൊടുത്തിരിക്കുന്നത്. M1 37, M2 36, M3 35, M4 18, M5 14, M7 25, M8 20. അപ്പോൾ ഈ 35 എന്നുള്ള നമ്പർ ഡെസിമൽ നമ്പറിൽ നിന്ന് ബൈനറി നമ്പറിലോട്ട് കൺവേർട്ട് ചെയ്യും. കണ്ടോ? അപ്പോൾ എങ്ങനെ കിട്ടുന്ന വാല്യൂണ് 100011. ഇങ്ങനെ ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് എത്ര ബിറ്റുകളുണ്ട്? 1ഉം 0 അടങ്ങുന്ന ഓരോ സംഖ്യയ്ക്കാണ് ബിറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ എണ്ണി നോക്കിക്കഴിഞ്ഞാൽ 6 ബിറ്റുകൾ ചേർന്നിട്ടുള്ളതാണ്. നമ്മുടെ ഐ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ബൈറ്റുകളാണ് വരുന്നത്. അപ്പോൾ ഈ സംഖ്യയെ ഞാൻ കൺവേർട്ട് ചെയ്യണം. 35 എന്നുള്ള ഒരൊറ്റ നമ്പറിന് ഒരു ബൈറ്റിലാണ് എങ്കിൽ 8 കോളം വരയ്ക്കുന്നു. കണ്ടോ? ഒരു ബൈറ്റ് എന്ന് പറഞ്ഞാൽ 8 ബിറ്റുകൾ ചേർന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുക, കണ്ടോ? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ബിറ്റുകളാണ് ഒരു ബൈറ്റ്. അപ്പോൾ ഐ എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബൈറ്റ് അല്ല, അതിന് പകരം 2 ബൈറ്റാണ് വരുന്നത്. അപ്പോൾ എത്ര കോളംസ് വരും? 16 കോളംസ് വരും. അപ്പോൾ ഇതിങ്ങനെ വരും. നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. ഇത്ര ഉള്ളൂ 35 എന്നുള്ള സംഖ്യ. ഇതിന് ശേഷം ഇങ്ങോട്ട് മൊത്തം 0 ഇട്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ? ഇതാണ് 2 ബൈറ്റ് എന്ന് പറയുന്നത്. 16 ബിറ്റ് ചേർന്നിട്ടാണ് 2 ബൈറ്റ് എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ബൈനറി നമ്പർ ആക്കുന്നത് എന്നുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊരു അഡ്രസ്സ് ഉണ്ടാകും. ആ അഡ്രസ്സ് എപ്പോഴും നോട്ട് ചെയ്യുന്നത് ഹെക്സാഡെസിമലിലാണ്. അപ്പോൾ നിങ്ങൾക്കൊരു കത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു വീട്ടിൽ 4 അംഗങ്ങളുണ്ട്. അപ്പോൾ എനിക്കൊരു കത്ത് വന്നു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ എൻ്റെ പേര്, എൻ്റെ അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് നോക്കിയിട്ടാണ് കത്ത് അയക്കുന്നത്. ഉദാഹരണത്തിന് 4 ബൈറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്പർ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പർ എങ്ങനെ വരും? തുടങ്ങുന്നത് 500 നോക്കുക. അപ്പോൾ അത് കഴിഞ്ഞ് 4 ബൈറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത നമ്പർ തുടങ്ങുന്നത്. 504 എന്ന അഡ്രസ്സിലായിരിക്കും അടുത്ത 37 എന്നുള്ള മാർക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ഈ 36 എന്നുള്ളതോ ഹെക്സാഡെസിമൽ നമ്പറിൽ 508 എന്നുള്ളതാണ്. ഇനി അടുത്ത 35 എന്നുള്ളത് ഹെക്സാഡെസിമൽ നമ്പറിൽ വരുമ്പോൾ 5C എന്ന നമ്പറിൽ ആയിരിക്കും, അഡ്രസ്സിലായിരിക്കും 35 എന്നുള്ള മാർക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. 510 എന്ന അഡ്രസ്സിലായിരിക്കും 14 എന്നുള്ള മാർക്ക് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. 514 518 25 എന്നുള്ള മാർക്ക് എഴുതിയിരിക്കുന്നത്. അടുത്തത് 20ൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 50C എന്ന അഡ്രസ്സാണ് അതിനുള്ളത്. അപ്പോൾ ഇതെല്ലാം ഹെക്സാഡെസിമൽ നമ്പറിലാണ്. അപ്പോൾ ഈ ഹെക്സാഡെസിമൽ നമ്പറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് തിരിച്ച് അരയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഐ എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. അരയിലെ ബിറ്റ് എന്താണെന്ന് മനസ്സിലായി, ബൈറ്റ് എന്താണെന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. ഇനി ഈ വാൽ എന്നുള്ള അര എനിക്ക് പ്രിൻറ്റ് ചെയ്യണം. അതിനായിട്ട് പ്രിൻറ്റ് ഓഫ് വാൽ എന്ന് കൊടുത്താൽ മതിയാവും. വാൽ എന്നുള്ള പ്രോഗ്രാം എഴുതി ഇനി ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ച് കഴിഞ്ഞാൽ വാൽ പ്രിൻറ്റ് ചെയ്യുന്നതാണ്. ഇനി നമുക്കിവിടെ സ്മോൾ ലെറ്റർ ഐക്ക് പകരം ക്യാപിറ്റൽ ലെറ്റർ ഐ കൊടുത്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത്. ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ചു. ഇവിടെ വാല്യൂ കാണിക്കുന്നുണ്ട്. ഇനി ഞാനിവിടെ ഒരു -8 എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാലോ, മൈനസ് സൈൻ ഇട്ട് കൊടുത്തു. കണ്ടോ? ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ചു. കണ്ട എററാണ് വന്നിരിക്കുന്നത്. കാരണം ക്യാപിറ്റൽ ലെറ്റർ ഐയിൽ പോസിറ്റീവ് നമ്പറുകൾ മാത്രമേ എടുക്കുള്ളൂ, നെഗറ്റീവ് വാല്യൂസ് ഒന്നും എടുക്കുകയില്ല എന്നാണ് കാണിക്കുന്നത്. ഇനി ഞാനിവിടെ സ്മോൾ ലെറ്റർ ഐ തന്നെ കൊടുക്കുകയാണ്. സ്മോൾ ലെറ്റർ ഐ കൊടുക്കുന്നു. ഇനി അതിനുശേഷം ഞാനിവിടെ മറ്റൊരു ഫ്ലോട്ട് നമ്പർ കൊടുക്കുകയാണ്. 9.5 എന്നൊരു വാല്യൂ കൊടുത്തു. ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ചു. കണ്ടോ? എററാണ് കാണിക്കുന്നത്. കാരണം ഫ്ലോട്ട് ഒബ്ജക്റ്റ് കാനോട്ട് ബി ഇൻറപ്റ്റഡ് ആസ് എ ഇൻറ്റിജർ. ഈ ഫ്ലോട്ട് നമ്പർ ഈ അരയിൽ എടുക്കുകയില്ല, കാരണം ഇവിടെ ഐ ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ നെഗറ്റീവ് നമ്പർ എടുത്ത് നോക്കാം. സ്മോൾ ലെറ്റർ ഐയിൽ നെഗറ്റീവ് നമ്പർ എടുക്കുമെന്ന് നോക്കാം. -9 അടിച്ചു. ഷിഫ്റ്റ് കൺട്രോൾ F10 അടിക്കുന്നു. കണ്ടോ? അതെടുത്തു. ഇപ്പോൾ സ്മോൾ ലെറ്റർ ഐയിൽ നെഗറ്റീവ് സംഖ്യകൾ എടുക്കും, ക്യാപിറ്റൽ ലെറ്റർ ഐയിൽ പോസിറ്റീവ് നമ്പറുകൾ മാത്രമേ എടുക്കുകയുള്ളൂ. ഫ്ലോട്ട് വാല്യൂകളൊന്നും സ്മോൾ ലെറ്റർ ഐയിലോ ക്യാപിറ്റൽ ലെറ്റർ ഐയിലോ എടുക്കുകയില്ല. അപ്പോൾ ഇവിടെ ഏത് ടൈപ്പാണെന്ന് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഇനി നമ്മൾ ഈ അരയിൽ പ്രിൻറ്റ് വാൽ ഡോട്ട് ബഫർ എന്ന് കൊടുക്കും. ഇപ്പോൾ ഇതിനകത്ത് ബഫർ ഇൻഫോ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി ഷിഫ്റ്റ് കൺട്രോൾ F10 അടിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ ഇവിടെ വലിയൊരു നമ്പറും 5 ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഈ നമ്പർ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ അഡ്രസ്സാണ്. ഈ 5 എന്ന് സൂചിപ്പിക്കുന്നത് എത്ര വാല്യൂസ് ഉണ്ട് എന്നാണ്. ഇപ്പോൾ ബഫർ ഇൻഫോ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അഡ്രസ്സ്, ഈ അരയുടെ അഡ്രസ്സ് ഏതാണെന്നും അതിൽ എത്ര വാല്യൂ ഉണ്ടെന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. കണ്ടോ? ഇവിടെ ഇപ്പോൾ 1, 2, 3, 4,
5 വാല്യൂസ് ഉള്ളൂ, ആ 5 ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഏത് ടൈപ്പ് ആണെന്ന് അറിയണമെങ്കിൽ ഈയുടെ വാൽ, അതായത് അരയുടെ പേര് എഴുതുന്നു, ടൈപ്പ് കോഡെന്ന് കൊടുത്താൽ മതി. ടൈപ്പ് കോഡെന്ന് കൊടുത്താൽ മതി. ഓൾറെഡി വന്നു കഴിഞ്ഞ് ടൈപ്പ് കോഡെന്ന് കൊടുക്കുന്നു. അതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ F10 എടുത്തു കഴിഞ്ഞാൽ കണ്ട ഐ എന്നുള്ള വാല്യൂ നമുക്കിവിടെ കിട്ടുന്നു. അതായത് ഇത് സ്മോൾ ലെറ്റർ ഐ ആയതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ്, നെഗറ്റീവ്, ഇൻറ്റിജർ വാല്യൂസ് എല്ലാം എടുക്കുന്നതാണ്. ഇനി ഇതിലെ വാല്യൂസ് എല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്യണം. റിവേഴ്സ് ചെയ്യണമെങ്കിൽ എന്താണ് മെത്തേഡ് എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം വാൽ ഡോട്ട് റിവേഴ്സ് കൊടുക്കുക. വാൽ ഡോട്ട് റിവേഴ്സ് കൊടുത്തു. അതിനുശേഷം പ്രിൻ്റ് വാല്യൂ കൊടുത്താണ്. പ്രിൻ്റ് ഓഫ് വാലിന് കൊടുക്കുക. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ചു കൊടുക്കുക. കണ്ടോ ഈ വാല്യൂ മൊത്തം റിവേഴ്സ് ആയി വരുന്നതാണ്. ആദ്യം അവസാനം കിടന്ന 12 ആദ്യം വന്നിരിക്കുന്നു. അവസാനം അതിന് മുമ്പുള്ള 11 ഇവിടെ വന്നിരിക്കുന്നു. 9, 8, 5 കണ്ടോ ഇത് മൊത്തം റിവേഴ്സ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇനി ഇതിനകത്ത് നമുക്ക് ഓരോ വാല്യൂസും നമുക്ക് എടുക്കണം. അതായത് ഈ വാല്യൂ 5 മാത്രം എടുക്കണം, 8 മാത്രം എടുക്കണം, 9 മാത്രം എടുക്കണം, 11 മാത്രം എടുക്കണം, 12 മാത്രം എടുക്കണം. ഇത് എങ്ങനെ എടുക്കാമെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ഫസ്റ്റ് 0th ആണ്. അത് കഴിഞ്ഞ് 8 അടങ്ങിയിരിക്കുന്ന 1-ലാണ്, 9, 2, 3, 4 ഇങ്ങനെയാണ് എണ്ണുന്നത്. അപ്പോൾ ഈ 5 0th ഇൻഡെക്സിലാണ്, 8 1ാമത്തെ ഇൻഡെക്സിലാണ്, 9 2ാമത്തെ ഇൻഡെക്സിലാണ്, 11 3ാമത്തെ ഇൻഡെക്സിലാണ്, 12 4ാമത്തെ ഇൻഡെക്സിലാണ്. ഇൻഡെക്സ് വാല്യൂ കൊടുക്കാനായിട്ട് പ്രിൻ്റ് വാൽ ഓഫ് ഇൻഡെക്സ് എത്രാമത്തെ ആണെന്ന് കൊടുത്താൽ മതി. അപ്പോൾ എനിക്ക് 8 എടുക്കണമെങ്കിൽ അത് 1ാമത്തെ വാല്യൂ ആണ്. കണ്ടോ ഇനി നമ്മൾ ഷിഫ്റ്റ് കൺട്രോൾ F10 അടിക്കുക. കണ്ടോ 11 കിട്ടും. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വാല്യൂ മൊത്തം നമ്മൾ റിവേഴ്സ് ചെയ്തിരിക്കുന്നതുകൊണ്ട് 1ാമത്തെ ഇൻഡെക്സിൽ കിടക്കുന്നത് 11 ആണ്. അതായത് ഇത് മുഴുവൻ തിരിഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് 0 വന്നു, ഇത് 1 വന്നു, ഇത് 2 വന്നു, ഇത് 3 വന്നു, 4 വന്നു. ഇത് റിവേഴ്സ് ചെയ്ത് വയ്ക്കുന്നതുകൊണ്ടാണ്. അതായത് ഈ ഒരു പോർഷൻ ഇവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ 11 എന്നുള്ള വാല്യൂ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പോർഷൻ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് വാല്യൂസ് കൃത്യമായിട്ട് കിട്ടും. കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് 8 കിട്ടുമെന്നാണ്. ഷിഫ്റ്റ് കൺട്രോൾ F10 കണ്ടോ ഇപ്പോൾ വാല്യൂ 8 കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പൈത്തോണിൽ ഓരോ ഇൻഡെക്സ് വാല്യൂ വെച്ചിട്ട് ഓരോ വാല്യൂവിനെ നമുക്ക് പുറത്തെടുക്കാനായിട്ട് സാധിക്കും. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എല്ലായിടത്തും അറേ സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഫിക്സ് ആക്കി വെച്ചിരിക്കും. നമ്മൾ മുമ്പേ കണ്ട ഷെൽഫ് പോലെ. അതിനകത്ത് അതിൽ കൂടുതൽ വാല്യൂസിനെ നമുക്ക് ചേർക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ പൈത്തോണിൽ അങ്ങനെയല്ല. നമുക്ക് അറേസ് നമുക്ക് ചുരുക്കാം, നീളം കൂട്ടാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിന് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ചേർക്കാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ 12-ന് അപ്പുറത്ത് ഞാനൊരു 13 ജസ്റ്റ് ചുമ്മാ ഒന്ന് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ 13 അതിനകത്ത് വരുന്നതാണ്. ഇവിടെ ഞാൻ പ്രിൻ്റ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തു. അതിന് ശേഷം ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ചു. കണ്ടോ നേരെ വന്നു. അപ്പോൾ ഒന്നിലധികം വാല്യൂസ് ആഡ് ചെയ്യാനായിട്ടും കുറയ്ക്കാനായിട്ടും കൂട്ടാനായിട്ടും സാധിക്കും. ഇനി ഇതിനകത്ത് എല്ലാ വാല്യൂസ് ഇങ്ങനെയാണ് കിടക്കുന്നത്. എനിക്കിത് നേരെ താഴോട്ട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്ത് കിട്ടണം. അതിനായിട്ട് ഫോർ ലൂപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഫോർ ഐ ഇൻ റേഞ്ച് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ഇതിനകത്ത് എത്ര വാല്യൂസ് ഉണ്ട്? 1 2 3 4 5 6. അപ്പോൾ 6 വാല്യൂസ് ഉണ്ട്. അപ്പോൾ 6 വാല്യൂസ് വരുമ്പോൾ 6 കൊടുത്തു. അതിന് ശേഷം സെമിക്കോളൻ ഇട്ടു. ഇപ്പോൾ ഇവിടെ പ്രിൻ്റ് വാൽ എന്നുള്ളത് ഫോർ ലൂപ്പിനകത്തല്ല, ഫോർ ലൂപ്പിന് പുറത്താണ്. അപ്പോൾ അത് നമ്മൾ ശരിയാക്കുവാനായിട്ട് ഇവിടെ ടാബ് കൊടുത്തു. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ F10 അടിച്ചു. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത്. കണ്ട അരേ ഓഫ് ഇത് നേരെ താഴോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രിൻ്റ് വാൽ താഴോട്ട് അടിക്കാൻ പറഞ്ഞുള്ളതാണ്. അപ്പോൾ ഇവിടെ ഐ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. പ്രിൻറ്റിനുള്ളിൽ വാൽ ഓഫ് ഐ എന്ന് കൊടുത്താൽ മതി. വാൽ ഓഫ് ഐ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂസ് നോക്കാം ഇങ്ങനെ വരുന്നത്. കണ്ടോ നമുക്ക് ഈ വാല്യൂസ് മൊത്തം നേരെ താഴോട്ട് പ്രിൻ്റ് ചെയ്ത് കിട്ടിയതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ അറേയുടെ ലെങ്ത് നമുക്ക് അറിയത്തില്ല എങ്കിൽ നമ്മൾ ഫോർ ഐ റേഞ്ച് ഓഫ് LEN ലെങ്തിൻ്റെ LEN കൊടുക്കുക. ലെങ്ത് ഏത് അരയിലെ വാല്യൂസാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആ അരയുടെ പേര് കൊടുക്കുക. ഇവിടെ വാൽ എന്നുള്ളതാണ് എൻ്റെ അരയുടെ പേര്. അത് ഞാൻ കൊടുത്തു. അതിനുശേഷം ഷിഫ്റ്റ് കൺട്രോൾ F10 കൊടുത്തു. ഇവിടെ ഇപ്പോൾ കോളം കൊടുത്താൽ ആ പ്രശ്നം തീരും. ഷിഫ്റ്റ് കൺട്രോൾ F10 കൊടുത്തു. കണ്ടോ ഇതുപോലെ കിട്ടും. എൻ്റെ ലെങ്ത് അറിയാമെങ്കിൽ ആ വാല്യൂ ഇട്ട് കൊടുക്കുക. ലെങ്ത് അറിയത്തില്ലെങ്കിൽ ലെങ്ത് വാല് കൊടുക്കുക. ഇനി ഇത് നമുക്ക് ഷോർട്ടാക്കാം. ഇത് മൊത്തം കളഞ്ഞ് 4E കൊടുത്താൽ മതി. 4E ഇൻ വാലിന് കൊടുത്താൽ മതി.
വാൽ എന്നുള്ളത് നമ്മുടെ അരയുടെ പേരാണ്. അരയുടെ പേര് ഏതാണോ അത് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം വാൽ ഐക്ക് പകരം ഇതിനകത്ത് പ്രിൻ്റ് ഇ എന്ന് കൊടുത്താൽ മതി. പ്രിൻ്റ് ഇ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5, 8, -9, 11, 12, 13 എന്നുള്ള സെയിം വാല്യൂ തന്നെ നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഫോർ ലൂപ്പ് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം. അപ്പോൾ 3 മെത്തേഡുകളാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് വാല്യൂസ് താഴോട്ട് പ്രിൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചത്. അരയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം.